അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഉണ്ടാക്കിയത് പുളിഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഇന്നാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇന്നായിട്ടാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വോയിസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കൈപ്പങ്ങ അച്ചാറൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പുളിഞ്ചി ആവശ്യപ്പെടുന്നുണ്ട് അമ്മേനെ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ വിധത്തിലായിരിക്കില്ലേ പുളിഞ്ചി ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതൊരു സിമ്പിൾ പുളിഞ്ചിയാണ്. അപ്പോൾ ഇപ്പം തന്നെ പുളിഞ്ചി ഒരുപാട് ആൾക്കാർ ഓണക്കല്ലേ വരുന്നത്. എന്നാലും ഇപ്പം ഒരുപാട് ആൾക്കാരായിട്ട് ചോദിക്കൽ തുടങ്ങിയിട്ട് അമ്മ ആദ്യമൊക്കെ പുളിഞ്ചി ഉണ്ടാക്കിയായിരുന്നു, ചേച്ചി പുളിഞ്ചി കൊണ്ടുവരും ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി പുളിഞ്ചിയാണ് ഉണ്ടായിരുന്നത്. അമ്മ പുളിഞ്ചിയാണ് കല്യാണത്തിന് കൊണ്ടുപോകുന്നത്. ബൈ ബൈ സല്യൂട്ട്. സല്യൂട്ട്. ടാറ്റ എടുത്താ അമ്മയ്ക്ക്, ഉമ്മയും കൊടുക്ക്. ഉമ്മ എടുത്താ മൂന്ന് ടോർച്ച് കേടിയെത്തി. ഒരെണ്ണം വേറെ ആദ്യം ഉണ്ടായിരുന്നു, അത് കേടെത്തി. എന്നാ പോട്ടെ അമ്മമ്മ. അതുപോലെ തന്നെ നമ്മളിന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തിയ കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക. അല്ലെങ്കിൽ ഞാനിടുന്ന ചെറിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ. ഇനി വൈകുന്നേരത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ. അപ്പം ഞാൻ ഒരാൾ ദീപം കൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ കത്തിച്ചങ്ങോട്ട് കൊടുത്തതാട്ടോ. പോക്ക് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ എന്നും ഇവളെ തന്നെയാണ് കേട്ടോ കൊണ്ടുവരിക. നമ്മുടെ ചാരുമണിയാണ് കേട്ടോ. അത് കണ്ടാൽ കൊണ്ടുവരണം. കാരണം പിടിക്കാൻ നല്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ രാത്രി സന്ധ്യാദീപം കത്തിച്ച് കൊടുത്തതാണ് കയ്യിൽ. ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ നിന്നായാലും എല്ലായിടത്തു നിന്നാണ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിടിക്കാനും കുട്ടികൾക്ക് നല്ല സുഖമാണ്. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. മേത്തിക്കാവൊന്നുമില്ല കേട്ടോ. വലിയ എണ്ണയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടോ പോകണുണ്ടില്ല ആൾ. എന്തോ ഒരു ഇഷ്ടമാണെന്നോ അതിങ്ങനെ കത്തിച്ചിങ്ങനെ പിടിച്ച് പോരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ പുറത്ത് കൂടെയൊക്കെ ഒന്ന് നമ്മളൊന്ന് പോയതിൻ്റെ വിശേഷം കേട്ടോ. അപ്പം ഞാൻ ഷവൾ ഇട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ വാശി കണ്ടുള്ളൂ കേട്ടോ. എങ്ങോട്ട് പോണേ? എങ്ങോട്ട്? മഴയാണേ, മഴ പെയ്യണില്ലേ? എങ്ങനെ പോവാ? കളിയാക്കണേ. അജ്ജേ എല് പോവാ? മഴ ഉണ്ടോക്ക? മഴ പെയ്യുണ്ടോക്ക്? സമയം 6 മണിയായി പെണ്ണേ. എങ്ങട്ട് അതിൽ പോവേ? ഏല് അമ്മേ. ഓ എങ്ങീട്ട് പോനി? ചാറ്റ് പോവേ? നല്ലൊരു മഴ പെയ്തു കേട്ടോ. നല്ല മഴ, നല്ലൊരു മഴ കിട്ടിയിരുന്നു അല്ലേ? സത്യം പറയാലോ, ഇപ്പോൾ ഒരു മൂടൽ പോലെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരു മഞ്ഞ് മൂടിയ പോലെ ആയിട്ടുള്ളൊരു ഒരു പുക ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ടാവില്ല ചിലപ്പോൾ. അങ്ങോട്ട് നോക്കൊരു പുക പോലെ റബ്ബറിൻ്റെ അവിടേക്കൊക്കെ. പോവേ പറഞ്ഞില്ലേ ഇവിടെ മയിലിങ്ങനെ കരയുന്നത് കേൾക്കലുണ്ട്. മയിലിൻ്റെ ഒച്ചയൊക്കെ കേൾക്കലുണ്ട് എന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴിൻ്റെ വീഡിയോ കൂടെ. ചെന്നപ്പം ആ മയിലിനെ കാണിച്ചു തരാം കേട്ടോ. ഒരു മയിലിരിക്കുന്നുണ്ട്. കണ്ടോ മയിലിരിക്കണുണ്ടോ? വേണ്ട മയില്. അതെ അല്ലേ മയില്. ആ വീടിൻ്റെ മുന്നിൽ മേലെ വന്നിരിക്കുന്നത്. അതിലാണ് മയിലേ.
മയിലിരിക്കണത് ഇപ്പോഴും ഇങ്ങനെ കൂക്കലിങ്ങനെ കേൾക്കും. വീഡിയോ മയിലവിടെ കയറുന്നില്ല. അജ്മൽ കാക്കുവോ? അജ്മൽ കാക്കുവിൻ്റെ വീടാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള വീടാണ്. അവിടെ ചെടിത്തോട്ടങ്ങളാണ്. ആഹാ, ഇത് വാങ്ങി വെച്ചതാണ്. അതൊന്നും സാരില്ല, ഇത് ഒറിജിനലാണല്ലേ. ഞാൻ പ്ലാസ്റ്റിക്കാ ചേച്ചി പെട്ടെന്ന്. ആ ആ പ്ലാവുണ്ടോ? ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ കിണർ ഇവിടെ വരുന്നത്. ഗ്രില്ലല്ല കേട്ടോ, അതൊരു സൈസ് മറ്റേ കമ്പിയാണ് ഏറ്റുന്നത്. അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന സൈസ് കമ്പി. ഇതാണ് അജ്മൽ കാക്കുൻ്റെ വീട്. ഇവിടെ ഉള്ളിക്ക് പോയിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കണില്ല, പുറത്തു കൂടെ ഉള്ള വീഡിയോ എടുക്കുക. ഇനി നേരെ നമ്മളെ വീട്ടിലേക്കാണേ. ഇത് കഞ്ഞി കൂർക്കലല്ല ഷംനദാത്ത, ഇത് മറ്റേ മുറിൻ്റെ ആണോന്നല്ലേ? ആ ആ അല്ലേ, അവിടെ ഞങ്ങളെ ശ്രീകണ്ഠ അവിടെ വാര്യത്തിൽ നിന്ന് ഇതേപോലെ ഒരു കഞ്ഞി കൂർക്കല കൊടുന്നേന്നു. സാധാ കഞ്ഞി കൂർക്കലല്ലാത്ത ടേസ്റ്റിന് വ്യത്യാസം ഉണ്ട് കേട്ടോ അല്ലേ. നമ്മളിപ്പോൾ മയിലിനെ കണ്ട അങ്ങനെ മടങ്ങുക കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ അവിടേക്കുള്ള നമ്മളെ റോഡാണത്, നമ്മളെ വീട്ടിലുള്ള റോഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ വീട്, ഇതോരോ വീട്. ഇതാണ് നമ്മുടെ തന്നെ ചേച്ചീൻ്റെ വീട് കേട്ടോ. ഇതിന് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറ സൈഡിലാണ് നമ്മുടെ മാളിത്താത്താൻ്റെ വീട്. ഞങ്ങൾ മയിലിനൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി. ആരോ വന്നേ? രതീഷ് ഇവിടുത്തെ ഇവിടെ ഉണ്ണിയപ്പോൾ കൊണ്ടുപോയില്ലേ അവിടുത്തിട്ട് അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കേ പോയപ്പോൾ വേറെ സാരി, ഇപ്പോൾ മടങ്ങി വന്നപ്പോൾ വേറെ സാരി വിചാരിക്കേണ്ടാവും അല്ലേ. ഇതുവരെ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ. അപ്പം മിഞ്ഞാത്ത വീഡിയോ ആയിരുന്നു കേട്ടോ പോയത്തെടുത്തത്, ഇന്നലത്തെ വീഡിയോ ആണ് വരുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതൊക്കെ എല്ലാ മുത്തുമണി ഇതുവരെ കണ്ടവരൊക്കെ ലൈക്ക് അടിക്കാൻ പറ്റുന്നില്ലല്ലോ, ലൈക്ക് അടിക്കണേ. അതുപോലെ തന്നെ ഒരു 4-5 ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.